ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി 1 കപ്പ് അരി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഗ്രാമ്പൂ, പട്ട അതൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ, 3 സവാള, 1 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. കുക്കറിൽ 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഞാൻ പൊടിച്ച മസാലയാണ്. സെപ്പറേറ്റ് വേറെ മസാലകളൊന്നും ഇടുന്നില്ല. മുളക് പൊടിയും ഉപയോഗിക്കുന്നില്ല. പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് ഇടാം. ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കപ്പിൻ്റെ 1/2 കപ്പ് വെള്ളം ചിക്കനിലോട്ട് ഒഴിക്കാം. ആ 1/2 കപ്പ് വെള്ളം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളമായിട്ട് കിട്ടും. ഞാൻ അതിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആ 1 കപ്പ് വെള്ളം നമുക്ക് ചിക്കൻ്റെ വെള്ളമായിരിക്കും. അത് നല്ലോണം ഒഴിച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ 3 വിസിലാണ് വേവാനായിട്ട് എടുക്കുന്ന സമയം, ചിക്കൻ വേവാനായിട്ട് എടുക്കുന്ന സമയം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ മാഗി ക്യൂബ്, മല്ലിയില, പുതിന അതൊക്കെ കറിയിലിടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചിക്കനും അരിയും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ചിക്കൻ വെന്തതിന് ശേഷം ചിക്കൻ കോരി ഒരു പാത്രത്തിൽ വെക്കുക. ചിക്കൻ്റെ വെള്ളം ആ കപ്പിൽ കറക്റ്റ് 1 കപ്പ് വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ കുക്കറിൽ തന്നെ 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിൻ്റെ അകത്തോട്ട് ഇടുക. അരി ഒന്ന് പതിയെ ചൂടാക്കി കൊടുക്കുക. അത് അരി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അരി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ്റെ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് അരിയിലോട്ട് ഒഴിക്കുക. അതിൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുക. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ മസാലകൾ കരയാമ്പൂ, ഗ്രാമ്പൂ, കറുകപ്പട്ട, കറുകയില, 3 ഏലക്ക, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ആ മസാലകൾ അതിൻ്റെ അകത്തോട്ട് ഇടുക. ആ കിസ്മിസും അണ്ടിപ്പരിപ്പും അതും കൂടി ഇട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് അരിക്ക് ആവശ്യമുള്ള ഉപ്പും ഇടുക. അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക. ഇത് പരസ്പരം റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ ഫുള്ള്, ഒരു മീഡിയം തീയിൽ 1 വിസിൽ ഫുള്ള് വരാം. 2ാമത്തെ വിസിൽ വരണ സമയം ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഫസ്റ്റ് 1 വിസിൽ കഴിഞ്ഞ് 2ാമത്തെ വിസിൽ ആവണതിന് മുമ്പ് ഓഫ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണി റെഡി. താങ്ക് യു.